തലസ്ഥാന നഗരിയിലേക്കൊന്ന് പോകണം. തിരുവനന്തപുരം ജില്ലയിലേക്ക് പോകണം. അവിടെ തിരുവനന്തപുരം കല്ലമ്പലത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് വലിയൊരു അപകടം ഉണ്ടായിരിക്കുകയാണ്. അതായത് ഈ വിഴിഞ്ഞത്ത പഠനയാത്രയ്ക്ക് പോയ MBA വിദ്യാർത്ഥികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 17 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. 7 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. വിവരങ്ങളുമായി അപകട സ്ഥലത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, രാവിലെ തന്നെ ഞെട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ആദ്യം തന്നെ നമുക്കറിയേണ്ടത് ഈ കുഞ്ഞുങ്ങളുടെ ഈ 17 പേരുടെ ആരോഗ്യനില എങ്ങനെ തുടരുകയാണ്? എപ്പോഴായിരുന്നു പ്രശാന്ത് ഈ അപകടം? ഒപ്പം ഈ ഘട്ടത്തിൽ നമുക്ക് ഈ അപകട കാരണം എന്തെന്ന് സംബന്ധിച്ചുള്ള സൂചനകൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ പ്രശാന്ത്? അശ്വതി, ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടിയാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരത്ത് നാവായിക്കുളത്തിനും അതോടൊപ്പം തന്നെ കല്ലമ്പലത്തിനും ഇടയിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ടൂറിസ്റ്റ് ബസ്സിൽ പഠനയാത്രയ്ക്ക് വന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരത്തിന് അടുത്തായിട്ട്, അതായത് കല്ലമ്പലത്തിന് സമീപത്തായിട്ടാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ട് ഇരിക്കുന്നത്. ടൂറിസ്റ്റ് ബസ് അതിൽ പഠനയാത്രയ്ക്കെത്തിയ വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. പുലർച്ചെ 3:30 കൂടിയാണ് അപകടമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാഥമികമായിട്ടൊരു നിഗമനം എന്ന് പറയുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സർവീസ് റോഡിൽ നിന്നും ബസ് തെന്നിമാറി മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ വലിയ അപകടമാണ് ഉണ്ടായത്. ഇതിൽ ബസ്സിൽ 42 വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ 2 ബസ് ജീവനക്കാരും അടക്കമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വിദ്യാർത്ഥിക്കും ഒരു അസിസ്റ്റന്റ് പ്രൊഫസർക്കും ഗുരുതരമായിട്ട് പരിക്കേറ്റു. മറ്റ് വിദ്യാർത്ഥികൾ 17ലധികം വിദ്യാർത്ഥികൾക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലും മാറ്റുകയും ചെയ്തു. വലിയ ശബ്ദത്തോടു കൂടി തന്നെ ഈ വാഹനം പതിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വീടിന് മുന്നിലേക്കാണ് ബസ് മറിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചയോട് കൂടി തന്നെയാണ്, പുലർച്ചെ 3:30 കൂടിയാണ് അപകടം നടന്നത്. ഈ തിരുവനന്തപുരത്ത് നാവായിക്കുളത്ത് സർവീസ് റോഡിൽ നിന്നും വാഹനം തെന്നി മറ്റൊരു വീട്ടിലേക്ക് മതിലിടിച്ച് കയറി ഉള്ളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിരവധി വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്കും മെഡിക്കൽ കോളേജുകളിലേക്കും എല്ലാം മാറ്റി. ഒരു വിദ്യാർത്ഥിക്കും ഒരു അസിസ്റ്റന്റ് പ്രൊഫസർക്കും ഗുരുതരമായി പരിക്കേറ്റുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാലിൽ കമ്പി തുളച്ചു കയറുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇന്ന് പുലർച്ചെ 3:30 കൂടിയാണ് ഇത്തരത്തിൽ വലിയ അപകടമുണ്ടായത്. തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തേക്ക് പഠനയാത്രയുമായി ബന്ധപ്പെട്ട് പോയ വാഹനം ടൂറിസ്റ്റ് ബസ്സാണ് ഇത്തരത്തിൽ മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. അതിൽ 17ഓളം വിദ്യാർത്ഥികൾക്ക് സാരമായ പരിക്കേറ്റു. മറ്റ് ഒരു വിദ്യാർത്ഥിയുടെ നിലയും അതോടൊപ്പം തന്നെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറുടെ നിലയുമാണ് ഗുരുതരമായി തുടരുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാവായിക്കുളത്തിന് സമീപം സർവീസ് റോഡിലാണ് ഈ അപകടമുണ്ടാക്കുന്നത്. പുലർച്ചെ 3:30 കൂടി തന്നെയാണ് ഈ അപകടം ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നൊരു വിവരമെന്ന് പറയുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഇത്തരത്തിൽ അപകടത്തിന് കാരണമായത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും അതൊരു വലിയ അപകടം തന്നെയാണ് ഉണ്ടായത്. അത് ഈ ബസ് മറിഞ്ഞു വീണ വീട്ടിലെ എങ്ങനെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഇത് ഒരു 3:30 മണിയായപ്പോഴാണ് സംഭവം ഉണ്ടായത്. ഉണ്ടായ സമയത്ത് ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആ സമയത്ത് വൈഫ് വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഭയങ്കരമായിട്ടുള്ള സൗണ്ട് കേട്ടെന്നാണ് അവൾ പറയുന്നത്. ഞാൻ കേട്ടില്ല ശരിക്കും. ഉള്ള കാര്യം പറയാമല്ലോ. വന്ന് നോക്കിയപ്പോൾ ആകെപ്പാടെ പേടിച്ചു പോയി. തൊട്ട് മുറ്റത്ത് നമ്മളെ ഷേഡിൽ തട്ടി ബസ് കിടക്കുകയാണ്. അതിലുള്ള കുട്ടികൾ കരയുന്നുമുണ്ട്. പിന്നെ ഞാൻ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നു, ഫയർഫോഴ്സ് വന്നു. അവരെല്ലാം വന്നതിന് ശേഷം ഈ കുട്ടികൾ, പരിക്ക് പറ്റാത്ത കുട്ടികളും എല്ലാം കൂടെ ചേർന്ന് കതവൊക്കെ തട്ടി പൊട്ടിച്ച് വെളിയിലിറങ്ങി, ഓരോരുത്തരായിട്ട് വെളിയിലിറക്കി. അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അവരെല്ലാം നടന്നാണ് പോയത്. പക്ഷേ അതിൽ 2-3 കുട്ടികളുടെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലോട്ട് പറഞ്ഞയച്ചു. ഡ്രൈവർക്കും പരിക്കുണ്ട്, അല്ലാതെ വേറെ ഒന്നും. എനിക്ക് എത്ര പേർക്ക് പരിക്കുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്? അങ്ങനെ പ്രത്യേകമായിട്ട് എല്ലാവരും നടന്നാണ് പോയത്. പരിക്കുകളുണ്ട്. ചില സ്ഥലത്തെല്ലാം
രക്തം പൊടിഞ്ഞിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വലിയ ദുഷ്കരമായിരുന്നല്ലേ ഇവരെ പുറത്തെത്തിക്കുന്നത്? അത് കഥവെല്ലാം ഇതെല്ലാം അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്തത്. അത് ഈ ഡോറിൻ്റെ ഇതെല്ലാം പൊട്ടിച്ച് രക്ഷാപ്രവർത്തനം കുട്ടികൾ തന്നെ കൂടുതലും ചെയ്തത്. അപ്പോഴത്തേക്ക് പോലീസ് വന്നതിന് ശേഷം അവരും കൂടെ ചെയ്തു. രക്ഷാപ്രവർത്തനം കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാവരും ഈ ഡ്രൈവർ ഉറങ്ങിയതാണോ? എന്താ പറയാൻ? അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് എങ്ങനെയാണെന്നുള്ള അതിനകത്തുള്ള ക്യാമറ നോക്കുമ്പോൾ അറിയായിരിക്കും എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഇവിടെയൊന്നും ആക്സിഡൻ്റ് ഉണ്ടാകുന്ന ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്ങനെയൊന്നും ഇത് ഉറങ്ങിപ്പോയതായിരിക്കാമെന്ന് നമുക്ക് വിചാരിക്കാം. അല്ലാതെ ഇവിടെ ഇങ്ങനെ തൃശ്ശൂർ ഈ ഓടയും കഴിഞ്ഞ് ഇങ്ങനെ വരേണ്ട കാര്യം. തൃശ്ശൂരിൽ നിന്ന് വരുന്നവരായിരുന്നല്ലേ? തൃശ്ശൂർ ഒരു എൻജിനീയറിങ് കോളേജിൽ നിന്നാണ് വരുന്നത്. ഇത് കരകുളം അവിടെ ബാനറുണ്ട് അവരുടെ. അവർ ഇവിടെ നമ്മളെ പോർട്ടുണ്ടല്ലോ പുതിയതായിട്ടുണ്ടാക്കിയ വിഴിഞ്ഞം പോർട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് പോകുമായിരുന്നു അവർ എന്നാണ് അവർ പറഞ്ഞത്. അവരിങ്ങനെ ടൂറിസ്റ്റായിട്ട് വരുന്നവരായിരുന്നു. വിഴിഞ്ഞം കുട്ടികൾ രക്ഷപ്പെട്ടത് ഭാഗ്യം എന്ന് തന്നെ പറയാം. 42 ഭാഗ്യം തന്നെ. കാരണം ഷെയ്ഡിൽ വന്ന് ഇടിച്ച് നിന്നുകൊണ്ട് എൻ്റെ വീട് പോയില്ല. എൻ്റെ ഗേറ്റും ഷീറ്റും അതും ഇതെല്ലാം പോയി. 42 കുട്ടികളുണ്ടായിരുന്നല്ലേ? 42 കുട്ടികളുണ്ടായിരുന്നു. പിന്നെ ഡ്രൈവർ വേറെ. അങ്ങനെ എല്ലാം കൂടെ എണ്ണി നോക്കിയപ്പോൾ 42 കുട്ടികൾ നടന്നു പോയി. ബാക്കി 2-3 പേരെ ആംബുലൻസിൽ കൊണ്ടുപോയി. അപ്പോൾ എല്ലാം കൂടെ 47 പേര് കാണുമെന്ന് വിചാരിക്കുന്നു. അശ്വതി, വലിയ അപകടം തന്നെയാണ് നടന്നത്. ഇവിടെ ഈ ബസ് മറിഞ്ഞുണ്ടായത്. എന്തായാലും വലിയ അപകടം തന്നെയാണ് ഉണ്ടായത്. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം നാവായിക്കുളത്ത് നിന്നും അതോടൊപ്പം തന്നെ ഈ കല്ലമ്പലം ഭാഗത്താണ് ഇത്തരത്തിൽ സർവീസ് റോഡിൽ നിന്നും തെന്നി മറിഞ്ഞ് വീഴുകയായിരുന്നു. അപകടം ആണ് ഉണ്ടായത്. വലിയ രീതിയിലുള്ള പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ വിദ്യാർത്ഥികൾക്കുണ്ടായത്. 2 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. വിഴിഞ്ഞത്തേക്ക് പഠനയാത്രയ്ക്ക് പോയ സംഘമാണ് ഇതിൽ ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥികൾ തൃശ്ശൂരിൽ നിന്നും പഠനയാത്രയ്ക്ക് പോയ സംഘമാണ്. ആ സംഘമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ട്. ഡ്രൈവർ ഉറങ്ങിയതാകാം പ്രാഥമികമായിട്ട് ഈ അപകടത്തിൻ്റെ കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും അപകടം നടന്ന ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം വിദ്യാർത്ഥികൾ തന്നെ നടത്തുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടാണെന്നാണ് ഈ ഗൃഹനാഥൻ പറയുന്നത്. ഈ മതിൽ ഉണ്ടായത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മതിൽ നിന്നും വാഹനം തെന്നി മാറി മറ്റ് വീട്ടിലേക്ക് ഇടിച്ചു കയറിയാണ് ഈ അപകടം ഇത്തരത്തിൽ ഉണ്ടായത്. അപകടം നടന്നുള്ളത് തന്നെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് കണ്ണാടി ചില്ലുകളെല്ലാം പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയും രക്ഷാപ്രവർത്തനം സ്വയം നടത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും എത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കുകയും ചെയ്തു. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റുവെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 17 ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. അവരെ ആംബുലൻസിലും അല്ലാതെയുമായിട്ട് ആശുപത്രിയിൽ എത്തിച്ചു. അതോടൊപ്പം തന്നെ ഡ്രൈവർ അടക്കമുള്ളവർക്കും ചെറിയ രീതിയിൽ പരിക്കുണ്ട്. 2 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഗുരുതരമായി തുടരുന്ന 2 പേരെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. ബാക്കിയുള്ളവരെ ഗവൺമെൻറ് തൊട്ടടുത്തുള്ള പാരിപ്പള്ളി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ 3:30 ഇത്തരത്തിൽ നടക്കുന്ന അപകടം ഉണ്ടായത്. തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തേക്ക് യാത്ര ചെയ്യുമായിരുന്ന പഠന സംഘത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. 42 പേരുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ 3 അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 2 ബസ് ജീവനക്കാരും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നാവായിക്കുളത്തിന് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ 3 മണിയോടുകൂടി ഇത്തരത്തിൽ ദാരുണമായൊരു സംഭവം ഇന്നുണ്ടായത്. വിവരങ്ങൾ വ്യക്തമാണ്. രാവിലെ കല്ലമ്പലത്താണ് പുലർച്ചെ 3 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. 42ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഈ കുട്ടികൾ തന്നെ സ്വയം രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. എന്തായാലും വരും മണിക്കൂറുകളിൽ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി പ്രശാന്ത് ചേരും.